ഹായ് സുഹൃത്തുക്കളെ, ഞാനൊരു പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പഴയ കാലത്ത് നമ്മുടെ അമ്മച്ചിമാരൊക്കെ വീട്ടിൽ ഉണ്ടാക്കി വെക്കാറുണ്ടായിരുന്നതായിട്ടുള്ള ഒരു പലഹാരമാണ്. അതെങ്ങനെയാണ് എന്താണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. 1 കപ്പ് ഡബിൾ ഹോഴ്സിന്റെ ഇടിയപ്പപ്പൊടി എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് തേങ്ങ, 10 ചെറിയുള്ളി, 6 ചെറിയ പീസ് വെളുത്തുള്ളി, 1 സ്പൂൺ ജീരകം, ഇത്രയും കൂടി ഒന്ന് അരച്ചെടുത്തതാണ്. നല്ല നെയ്യ് പോലെ അരയല്ലേ, എന്നാ ചതച്ച് കിട്ടുകയുമല്ല, അത് കൂടുതൽ അരയുകയും ചെയ്യണം. ആ രീതിയിൽ അരച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പാനില് 2 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്. തിളച്ച് കിട്ടണം വെള്ളം. വെള്ളം തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്. തേങ്ങ ചെറിയ ഒന്ന് വാടുന്ന പോലെ ആകണേ, അത്രയും നേരം തിളപ്പിക്കണം. അതുപോലെ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് ആവശ്യമെങ്കിൽ ഇപ്പൊ ഇട്ട് കൊടുക്കണേ. ഉപ്പ് ഇപ്പം നോക്കുമ്പോൾ നല്ല ഉപ്പായിരിക്കണം. എന്നാൽ മാത്രമേ ആ പൊടിയൂടെ ഇട്ട് കഴിയുമ്പോൾ കറക്റ്റ് ഉപ്പാകത്തുള്ളൂ. ഇപ്പൊ ഇത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് വേകണ്ട തേങ്ങ, എന്നാ തേങ്ങ ഒന്ന് വാടി കിട്ടണം, അത്രയേ വെക്കേണ്ടത്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. ഇനി ആ പൊടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണെ. നല്ലതുപോലെ മിക്സ് ആവണം. സാധാരണ ആൾക്കാർ പറഞ്ഞു കേൾക്കാറുണ്ട് ഭയങ്കര പാടാ കുഴലപ്പം ഉണ്ടാക്കാൻ. കാര്യം ഈ വാട്ടിക്കുഴയ്ക്കുന്ന കാര്യം ഭയങ്കര പാടാണ്. നമുക്ക് എളുപ്പമാണ് കേട്ടോ വാട്ടിക്കുഴയ്ക്കുന്നത്. ഞാൻ സാധാരണ ഇടിയപ്പം ഉണ്ടാക്കാൻ നേരം ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ ഇളക്കി കഴിയുമ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആകണം, എങ്കിൽ മാത്രമേ കുഴലപ്പം നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. നല്ലതുപോലെ വിട്ടു വരുന്നുണ്ടല്ലോ, ഈ പരുവം മതിയേ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത്രയേ ഉള്ളൂ വാട്ടിക്കൊഴിക്കുക എന്ന് പറഞ്ഞാൽ, എളുപ്പമല്ലായിരുന്നോ? ഇനി നല്ലതുപോലെ ഒന്ന് തണുത്ത് കിട്ടണം കേട്ടോ. 1-2 സാധനങ്ങൾ കൂടി ഇത് ചേർക്കാനുണ്ട്. ഇപ്പൊ ഇത് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുവാണേ. അതോടൊപ്പം തന്നെ കുറച്ച് കറുത്ത എള്ള്. കുഴലപ്പത്തിലൊക്കെ ഈ എള്ള് കിടക്കുമ്പോളേ കാഴ്ചയ്ക്കെന്നല്ല, എള്ള് ഗുണമുള്ളതുമാണല്ലോ. നല്ലതുപോലെ ഇതൊന്ന് കുഴയ്ക്കും. നല്ല മയത്തി കുഴച്ചെടുക്കണേ. പണ്ട് കാലത്തൊക്കെ അമ്മച്ചിമാരൊക്കെ വീട്ടിലുള്ളപ്പോള് ഇതേപോലെ മാവുണ്ട, കുഴലപ്പം, അച്ചപ്പം ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കി വെക്കുമായിരുന്നു. ഇപ്പൊ എന്നാ ഇതൊന്നും ആരും അങ്ങനെ ഉണ്ടാക്കാറില്ല. എല്ലാവർക്കും റെഡിമെയ്ഡ് ആണ്. കാര്യം ഒന്നാമത് സമയമില്ല, പിന്നെ ശ്രമിക്കത്തുമില്ല. അതേ ഞാൻ പറയത്തുള്ളൂ. നമുക്കൊന്ന് ശ്രമിച്ചാൽ ചെയ്യാൻ പറ്റാത്തതായിട്ടൊന്നുമില്ലല്ലോ. ഇതിങ്ങനെ ഇരിക്കട്ടെ. നമുക്കിത് പരത്താനുള്ള പണികൾ നോക്കാം. ആദ്യം നമ്മുടെ ഷീറ്റ് എടുത്ത് അങ്ങോട്ടിട്ട് ഞാൻ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഒരെണ്ണം ഉരുട്ടി നോക്കാം നമുക്ക് പരത്തി കഴിയുമ്പോൾ എത്രയും വരുമെന്നുള്ളത്. പിന്നെ പരത്തി എടുക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്താണോ അത് വെച്ച് എടുത്ത്. ഇപ്പം പാലിന്റെ കവറ് അല്ലെങ്കിൽ സിപ്ലോ കവറില്ലേ, അത് കീറിയെടുത്തത്. ഇല്ലല്ലേ ചപ്പാത്തി മേക്കർ, പൂരി ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പൂരി മേക്കർ ഉണ്ടല്ലോ, അതിൽ വെച്ച് പരത്താം. വാഴയില വെച്ച് പരത്താം. എങ്ങനെ വേണേലും ചെയ്യാമേ. അതിങ്ങനെ കുറച്ച് ഉരുളകൾ ഉണ്ടാക്കി വെക്കും. ഇത്ര ഉരുട്ടി എടുത്തിട്ടുണ്ട്. അതാദ്യം നമുക്ക് ഉണ്ടാക്കാം. ഇത് ഉണങ്ങിപ്പോകാതെ ഇതേപോലൊരു കവറിട്ടങ്ങ് വെക്കും. ഇങ്ങനെ തന്നെ ഇരുന്നോളൂ, ഉണങ്ങിപ്പോത്തില്ല. ഇവിടെ ഇരുന്നോട്ടെ. ഇനി ഇത് പരത്തി എടുക്കാനുള്ള പണിയാണ്. ഞാൻ എന്താ പാലിന്റെ കവർ തന്നെ എടുക്കുന്നത്. ഇതില് ശകല ഓയിൽ ഇങ്ങനെ ഒന്ന് തേക്കും. ഓയിൽ തേച്ചെടുത്തിട്ടുണ്ട്. ഇതിന്റെ സെന്ററിൽ വെക്കാമേ. ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഒന്ന് പ്രസ് ചെയ്താൽ മതി. കണ്ട, ഇതേപോലെ ഇളക്കിയെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. കണ്ട,
ഇതുപോലെ വീണ്ടും. ഇതുപോലെ എല്ലാം ഉരുട്ടി പരത്തി പരത്തി എടുക്കാവേ. ഇത്രയും ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ടേ. ഓയില് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഏകദേശം ചൂടായി വരുന്നുണ്ട്. ആ സമയത്ത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒത്തിരി അങ്ങ് ചൂടായി പോവല്ലേ. ഇതിപ്പം മൂത്ത് കിട്ടിയിട്ടുണ്ട്. മാറ്റിയെടുക്കാം. ബാക്കി കൂടെ ഇതേപോലെ വറുത്തെടുക്കാമേ. ഇതാ ഇത്രയും ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എളുപ്പമല്ലായിരുന്നോ? വലിയ പ്രയാസം ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഞാൻ ഉണ്ടാക്കിയപ്പം കുറച്ച് മയം കൂടി പോയോന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കാര്യം പൊടിഞ്ഞു പോരുന്ന പോലാണിത്. ചൂടെ കട്ടി ഉണ്ടേലും നല്ലതാണ്. പിന്നെ കുട്ടികൾക്കൊക്കെ ഇതുപോലെ കഴിക്കുന്നതായിരിക്കണം ഇഷ്ടം. അതുപോലെ കുറച്ച് വലിപ്പം കുറച്ചാണ് ഞാൻ ഇത് ഉരുട്ടി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ചുരുട്ടുന്ന സമയത്ത് കുറച്ച് വലിപ്പത്തിൽ വേണമെങ്കിൽ വലിയ ഉരുളയാക്കി എടുത്തേച്ചാൽ മതി കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതേപോലെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളതാണ് കുഴലപ്പം എന്ന് പറയുന്നത്. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരും നിങ്ങൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഞാൻ പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും.